നാളെ കാലത്ത് വരാൻ പറയൂ. അയാൾ പോകുന്നില്ല, എന്തോ അത്യാവശ്യ കാര്യമാണ്, കണ്ടേ മതിയാവൂന്ന് പറയുന്നു. സുധേ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. പാല് കുടിച്ചില്ലല്ലോ, തണുത്തു പോവും. പാല് തണുത്താലും കുടിക്കാം, പക്ഷെ ഇത് ചീത്തയായിപ്പോയി. ചീത്തയായ പാല് ഞാൻ കുടിക്കാറില്ല. ചേട്ടാ, എന്താ എന്തുണ്ടായി? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ആ ചോദ്യം പലതവണ ഞാൻ ചോദിച്ചു. ഇന്നേ വരെ മോഹൻ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. സുധേ, നമ്മുടെ പഴയ പ്രേമബന്ധമായിരിക്കുമോ അതിന് കാരണം? എനിക്കറിഞ്ഞൂടാ. ആയിരിക്കാം, അല്ലായിരിക്കാം. എങ്കിൽ കുറ്റക്കാരൻ ഞാനാണല്ലോ. അല്ല, നമ്മൾ എന്ത് കുറ്റം ചെയ്തു? തമ്മിൽ കണ്ടു, പ്രേമിച്ചു, അതിൽ കവിഞ്ഞ് ഒന്നും ഉണ്ടായില്ലല്ലോ. പ്രേമം കുറ്റമാണോ സാർ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ പോട്ടെ, സാറിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയും എന്നെ സാറെന്ന് വിളിക്കണം. അതാണ് സൗകര്യം. പിന്നെ ശരി, സുധയുടെ ഇഷ്ടം പോലെ വിളിച്ചോളൂ. സാർ ഭാര്യയെ കൊണ്ടുവന്നില്ലല്ലോ. വിവാഹം കഴിച്ചില്ലേ? കഴിച്ചു. ഭാര്യ എവിടെയാണ്? എവിടെയോ ആണ്. അതെന്താ സാർ അങ്ങനെ? എന്താ പങ്കമ്പിള്ളേ, പോകാമോ? ജീവിതം മുഴുവൻ ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചാൽ? അയ്യോ, അത് വേണ്ട. ഇങ്ങനെ ജീവിതം മുഴുവൻ ഇരുന്നാൽ ചിതലരിക്കില്ലേ? നിന്റെ ഒരു കുറുമ്പ്. അയ്യോ, ഞാൻ പോട്ടെ, ചേട്ടൻ വരാറായി. എപ്പോ നോക്കിയാലും നിന്റെ ഒരു ചേട്ടൻ. അയ്യോ, റെഡിച്ചതാണ് സാറേ, വല്ലോം തരണേ. എടോ, തനിക്ക് ഈ കളിപ്പിൽ നിർത്തിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്തൂടെ? എന്തു ജോലി സാറേ? സാറിന് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരാം, ഞാൻ ചെയ്യാം. താൻ പോയി അന്വേഷിക്കണം. എവിടെ നിന്ന് അന്വേഷിക്കാനാ സാറേ? സാറിനറിയാമോ, ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചവൻ. തൊഴിൽ അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. എനിക്കും ജീവിക്കണ്ടേ സാറേ? അതുകൊണ്ടാ ഈ തൊഴിൽ. ഈ തൊഴിലുകൊണ്ട് എത്ര പേര് ജീവിക്കുന്നു സാറിനറിയാമോ? എടോ, ഇതൊരു തൊഴിലാണോടോ തെണ്ടല്? പിന്നെ അന്തസ്സായ തൊഴിലല്ലേ സാറേ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ എല്ലാവരും തെണ്ടികൾ തന്നെ. സാറ് തുട്ടുവെട്ട്. ചായ കുടിച്ചിട്ട് ഒരുപാട് നേരമായി. ഞാൻ പോട്ടെ സാർ, പിന്നെ കാണാം. ഇങ്ങനെ ഒരു സൃഷ്ടി. നീ നേരത്തെ വന്നു? അതെ ചേട്ടാ. കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ട, നീ കഴിച്ചോളൂ. വല്ലതും തരണേ, ഒന്ന് ദയ വിചാരിക്കണേ. എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണ്, എന്തെങ്കിലും വിട്ടേച്ചു പോണേ. അമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, അയ്യോ അയ്യോ, രണ്ട് കണ്ണും കാണാത്തവരാണ്, എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണ്, വല്ലതും ഇട്ടേച്ചു പോണേ. അയ്യോ 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 അയ്യോ, രണ്ട് കണ്ണും കാണാത്തവനാണ്,
എണീറ്റ് നടക്കാൻ വയ്യാത്തവനാണേ. രാജപ്പ, നീ ഇതെവിടെ പോയിരുന്നു? ഒന്ന് മൂത്രമൊഴിക്കാൻ പോയതാണേ. രണ്ട് കണ്ണും കാണാത്തവനാണേ. രാജപ്പ, നീ കണ്ണു തുറക്കടാ, ഞാനാണടാ പങ്കംപിള്ള. പങ്കംപിള്ള ചേട്ടനോ? എന്താ ചേട്ടാ? എടാ രാജപ്പ, നീ മൂത്രം ഒഴിക്കാൻ പോയപ്പോഴും നിന്റെ ശബ്ദം ഇവിടെ കേട്ടല്ലോടാ, അതെങ്ങനെ? അതൊരു സൂത്രമാ. ദാ, നോക്കിയാട്ടെ, ഇതാണ് ടേപ്പ് റെക്കോർഡർ. ആവശ്യമുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, വല്ലതും തരണേ. രണ്ട് കണ്ണ്. എങ്ങനെ? കൊള്ളാം കൊള്ളാം. പക്ഷെ എന്തിനാടാ ഇത് ടേപ്പിലാക്കി വെക്കുന്നത്? നിനക്ക് വായില്ലേടാ ചോദിക്കാൻ? വാ കൊണ്ട് വിളിച്ച് വിളിച്ച് ചങ്ക് പൊട്ടി. തരുന്നവന്മാരും ഉണ്ട്, തരാത്തവന്മാരും ഉണ്ട്. അതുകൊണ്ട് ഇതും ഓൺ ചെയ്ത് തലയ്ക്കടി വെച്ചോണ്ട് ഞാൻ മൂടി പുതച്ച് കിടക്കും. ആവശ്യാനുസരണം ഇവൻ അങ്ങ് വിളിച്ചോളും. അപ്പൊ നിനക്ക് സുഖം. എന്തോന്ന് സുഖം. ഇതുകൊണ്ടൊന്നും ഇപ്പൊ രക്ഷയില്ല പങ്കൻ ചേട്ടാ. ദിവസം 10, 15, 25 രൂപ കിട്ടിയിട്ടും ചെലവിന് പോലും തികയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ തൊഴിലൊന്ന് വിപുലപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുക. ഇതൊക്കെ അതായത് ആരൊക്കെ വരുന്നു? പോ. ആര്? പോ. ആരെന്ന്? പോ. അയ്യോ, വല്ലതും തരണേ. രണ്ട് കണ്ണും വരും കാണാത്തവനാണേ. പിള്ളേര്. വല്ലതും തരണേ. ഒന്ന് ദയ വിചാരിക്കണേ. എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണേ. ഹലോ, മിസ്റ്റർ മോഹൻ ഇല്ലേ? ആരാണ്? ലതയാണെന്ന് പറയൂ. പറയാം. ചേട്ടാ, ഫോൺ. ആരാ? ഒരു ലത. ഇതാ വരുന്നു. എന്താണതേ? ആ, ഇന്ന് 4 മണിക്ക് കോഫി ഹൗസിൽ കാണാമോ? ഓ ഷുവർ. 4 മണിക്കല്ലേ? ഞാൻ വരാം. ആരാ നേരത്തെ ഫോൺ എടുത്തത്? ഫോൺ എടുത്തത് ഇവിടുത്തെ വേലക്കാരിയാ.